ഈ നേന്ത്രപ്പഴമോ ഏത് പഴമായാലും അതിൻ്റെ തോലൊക്കെ ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊരു മടിയാണ് അല്ലേ. ഇനി ആരും അതിനെ വേസ്റ്റാക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാനായി നമ്മളിതാ ഒരു 3 നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ നേന്ത്രപ്പഴമാണ്. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ഉടച്ചു കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 3 സ്പൂൺ, വലിയ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണാണ്, അതിൽ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ പഞ്ചസാരയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മളതിനെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല കുഴച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടണ ഒരു പാകത്തിൽ വരണം കേട്ടോ. ഓക്കെ, ഇതപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് മതി. പഴമൊക്കെ ഇട്ടുകൊണ്ട് നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ കയ്യിലിത്തിരി എണ്ണയൊന്ന് തേച്ച് നമ്മളിതുപോലെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഉരുട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ ആവിയിൽ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. സോ എല്ലാം ഒന്ന് ഇതുപോലെ ഒരേ സൈസിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. നല്ലോണം ഉരുട്ടാൻ കിട്ടും കേട്ടോ. നമ്മൾ അതിനനുസരിച്ചാണ് അരിപ്പൊടി ചേർത്തെടുക്കണം കേട്ടോ. സോ ഇതിപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഉരുട്ടി കഴിഞ്ഞു. എന്നിട്ട് അതിനെ ഒന്ന് ആവിയിൽ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അതപ്പോൾ ആവിയിലെല്ലാം വെന്ത് കഴിഞ്ഞ് ഈ സാധനം ഇങ്ങനെ കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണ് അറിയോ. ഒരു പാനിൽ കുറച്ച് വെള്ളം വയ്ക്കുക കേട്ടോ. ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്കപ്പൊടി, ചുക്കും ഏലക്കയും കൂടി പൊടിച്ചതും കുറച്ച് വെണ്ണില എസൻസ്, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അതിലേക്ക് തിളച്ച് വരുമ്പോൾ ഈ വേവിച്ച് വെച്ച ഉണ്ടകളെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഇന്ന് വെല്ലപ്പൊടിയാണ് ആഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ശരിക്കും വെല്ലമാണ് പാക് കാച്ചി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ പാക് കാച്ചിയ ശേഷം അത് അരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച ശേഷം ഈ ഉണ്ടകൾ ഇട്ടാൽ മതി കേട്ടോ. അഥവാ പഞ്ചസാര പാവാണെങ്കിലും അതേപോലെ പഞ്ചസാര പാവ് കാച്ചിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഉണ്ടകളെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇതിലിട്ടു, ഒത്തിരി തിക്കനാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായി, മറന്നുപോയതാണ്. ഓക്കെ, സോ ഈ വെല്ലവും എല്ലാം കൂടി ഒന്ന് ഇതുപോലെ തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരും കേട്ടോ. കുറുകി വരുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ഓപ്ഷണലാണ്, ഞാൻ ഒഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക, അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അത് കുറുകി വന്ന ശേഷം അതിലേക്ക് നല്ല 1 പാൽ 1 ഗ്ലാസ് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. എനിക്കതിനെ മിക്സ് ചെയ്യാനേ ഒരു മടി തോന്നുന്നു. കൊണ്ടുപോകാം, മുകളിൽ നല്ല വെള്ള കളറിൽ നിൽക്കുമ്പോൾ നല്ല രസമില്ലേ. അതാണ് ഞാൻ മിക്സ് ചെയ്യാൻ ഇത്തിരി മടിക്കണത്. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അടിപൊളി പാൽ കൊഴുക്കട്ട തയ്യാറാണ്. അതിന് മുകളിലേക്ക് ഞാൻ ബാക്കി വന്ന കുറച്ച് ചുക്കുപൊടി ഉണ്ടായിരുന്നു, ഒരു നുള്ളുണ്ടായിരുന്നു, അതിനെയും കൂടി ഒന്ന് വിതറി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മൾ വേറൊരു കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റുകയാണ്. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഓൺലി തിങ് ആ ഉണ്ട നമ്മൾ അരിപ്പൊടിയിട്ട് മിക്സ് ചെയ്യണതുകൊണ്ട് അത് ഇത്തിരി സോഫ്റ്റ്നെസ് കുറവായിരിക്കും, പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.